നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക്. സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർക്ക് എല്ലാവർക്കും തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പ്. പുതിയ കേന്ദ്ര നടപടി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കാൻ ഒരുങ്ങുകയാണ്. ഇത് പ്രകാരം ഇനി അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേരും. സ്ത്രീകൾക്കുള്ള പ്രതിമാസ പെൻഷൻ വിതരണം, അതോടൊപ്പം തന്നെ 2000 രൂപയുടെ വിതരണം. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അതോടൊപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിനായി ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളും ദുരുപയോഗം ചെയ്യപ്പെടുന്നതായുള്ള പരാതിയിൽ ഇടപെട്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ഇതനുസരിച്ച് സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര കായിക മന്ത്രാലയത്തിനും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യക്കും കമ്മീഷൻ കത്തയച്ചു. ജിമ്മുകൾ കേന്ദ്രീകരിച്ച് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നതായും ആരോപണമുണ്ട്. 50-ലധികം ചെറുപ്പക്കാരികൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെട്ടതായി മാധ്യമ റിപ്പോർട്ടുകളും വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരം ചൂഷണങ്ങളെ പ്രതിരോധിക്കാൻ ജിമ്മുകൾക്കായി രാജ്യവ്യാപകമായി നിയന്ത്രണ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. ജിമ്മുകളും ഫിറ്റ്നസ് സെന്ററുകളുമായും ബന്ധപ്പെട്ട് നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങൾ, നയങ്ങൾ, രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ തുടങ്ങിയവ വിശദീകരിക്കുന്ന റിപ്പോർട്ട് സമർപ്പിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാരോട് കമ്മീഷൻ നിർദ്ദേശിച്ചു. ജിമ്മുകൾക്കും ഫിറ്റ്നസ് സെന്ററുകൾക്കുമായി നിലവിലുള്ള ദേശീയ നയങ്ങളെക്കുറിച്ചും നിയന്ത്രണ മാനദണ്ഡങ്ങളെക്കുറിച്ചും വിശദാംശങ്ങൾ തേടി യുവജനകാര്യ കായിക മന്ത്രാലയം സെക്രട്ടറിക്കും നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ജിമ്മുകൾ തുറക്കുന്നതിനുള്ള ആവശ്യകതകൾ, ലൈസൻസിംഗ് മാർഗനിർദ്ദേശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്ന് ആവശ്യപ്പെട്ട് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ജിമ്മുകൾക്ക് കടുത്ത നിയന്ത്രണം വരാനിരിക്കുകയാണ്. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി പുതിയ ഒരു സന്തോഷ വാർത്ത കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ റേഷൻ വിഹിതത്തിന്റെ തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കുന്ന പുതിയ നടപടികൾ ആരംഭിക്കുകയാണ്. റേഷൻ വിതരണ രംഗത്ത് വൻ വിപ്ലവത്തിനൊരുങ്ങിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ. റേഷൻ കടകൾ വഴി അരിയും ഗോതമ്പും വാങ്ങുന്നതിന് പകരം അതിന്റെ വിഹിതം നേരിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണമായി നൽകുന്ന പുതിയ നിയമം നടപ്പിലാക്കുന്നു. SBIയുമായി സഹകരിച്ച് വികസിപ്പിച്ച ഇ-റുപ്പി ഡിജിറ്റൽ വൗച്ചർ വഴിയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുക. ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യം വേണോ അതോ പണം വേണോ എന്ന് ഇനി സ്വയം തീരുമാനിക്കാം എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി ചൂണ്ടിക്കാണിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ കരുത്തിൽ റേഷൻ രംഗത്തെ അഴിമതിയും കരിഞ്ചന്തയും പൂർണ്ണമായും തുടച്ചു നീക്കാൻ ഇതിലൂടെ സാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നിലവിൽ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ പുതുച്ചേരി, ദാദ്ര നഗർ ഹവേലി തുടങ്ങിയയിടങ്ങളിലും മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. റേഷൻ വിഹിതം തട്ടിയെടുക്കുന്ന ഇടനിലക്കാരെയും കരിഞ്ചന്തക്കാരെയും തുരത്താൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ തന്നെ 76,000-ലധികം വ്യാജ റേഷൻ കാർഡുകൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് തന്നെ ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയുടെ വലിയ വിജയമായി തന്നെ വിലയിരുത്തപ്പെടുന്നുണ്ട്. അർഹരായിട്ടുള്ള ആളുകൾക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പത്ത് ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നു എന്ന് മോദി സർക്കാർ ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ഈ ഒരു പുതിയ സംവിധാന പ്രകാരം ഓരോ മാസവും റേഷൻ കാർഡ് ഉടമകളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു പ്രത്യേക വൗച്ചർ എത്തും. കുടുംബാംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് 500 രൂപയോ 1000 രൂപയോ അതിൽ കൂടുതലോ വൗച്ചർ ആയിരിക്കും ലഭിക്കുക. ഈ ഒരു വൗച്ചർ ഉപയോഗിച്ച് റേഷൻ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ അത് പണമാക്കി മാറ്റി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് യോഗ്യരായിട്ടുള്ള സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസ പെൻഷൻ നൽകുന്ന പദ്ധതി ആരംഭിക്കുന്നു. റേഷൻ കാർഡ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക എത്തിച്ചേരുക. മറ്റു ക്ഷേമ പദ്ധതികളിൽ അംഗമല്ലാത്തവരും അന്ത്യോദയ, അന്നയോജന അല്ലെങ്കിൽ മഞ്ഞ റേഷൻ കാർഡ്, മുൻഗണനാ വിഭാഗത്തിലെ പിങ്ക് റേഷൻ കാർഡ് ഇവയിൽ ഉൾപ്പെടുന്നവരും 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളുമായിരിക്കണം അപേക്ഷകർ. അടുത്തതായി പങ്കുവെക്കുന്ന അറിയിപ്പ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തെ പെൻഷൻ വിതരണം തുടരുന്നു. വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2000 രൂപയുടെ വിതരണമാണ് നടക്കുന്നത്. നിലവിൽ കുടിശ്ശിക ഇല്ല. എന്നാൽ നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ ഇപ്പോഴും കുടിശ്ശികയായി തന്നെ തുടരുകയാണ്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളാണ് പരാതികൾ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു കുടിശ്ശിക കൂടി ഈ വരുന്ന തെരഞ്ഞെടുപ്പിന് മുൻപായി തന്നെ വിതരണം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.